അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, ഹദീസുമായി ബന്ധപ്പെട്ട് മുസ്തഫ വല്ലാതെ വികാരം കൊള്ളുന്ന, അധിക്ഷേപാർഹമായിട്ട് മുസ്തഫയ്ക്ക് തോന്നിയിട്ടുള്ള വേറെ ചില ഹദീസുകളുണ്ട്. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം, അത് രണ്ട് റിപ്പോർട്ടുണ്ട്. ആ രണ്ട് റിപ്പോർട്ടിൽ ഒരു റിപ്പോർട്ടിലുള്ളത് ഒരു ദിവസം സൂര്യഗ്രഹണമുണ്ടായി. സൂര്യഗ്രഹണത്തെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രഹണ നമസ്കാരം നിർവഹിക്കുകയും എന്നിട്ട് ജനങ്ങളോട് പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉരീത്തുന്നാറ അല്ലെങ്കിൽ റഅയ്ത്തുന്നാറ, അങ്ങനെ രണ്ട് നിലക്കും ഇത് ഉദ്ധരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ നരകത്തെ കണ്ടു, അല്ലെങ്കിൽ നരകം എനിക്ക് കാണിക്കപ്പെട്ടു. ഇവിടെ നരകം കണ്ടു അല്ലെങ്കിൽ കാണിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഈ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമസ്കാരത്തിൽ ഏർപ്പെട്ട ആ സമയത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സ്വർഗവും നരകവും കാണിച്ചു കൊടുക്കുന്നു. ആ സംഭവത്തെ തുടർന്ന് നടന്ന, അതായത് നമസ്കാരത്തിന് ശേഷം നടന്ന ഖുത്ബയിൽ, പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് ഇപ്പോൾ ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കെ നരകം കാണിക്കപ്പെട്ടു, അല്ലെങ്കിൽ സ്വർഗം നരകം കണ്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വലം അറ മന്ദറൻ അഫ്ള ഖത്തു, ഇതിനു മുമ്പ് ഇത്ര മോശമായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉരീതു അക്സറ അഹ്ലിഹ അൻ നിസാ, നരകത്തിലെ കൂടുതൽ ആളുകളും അല്ലെങ്കിൽ വളരെ കൂടുതൽ സ്ത്രീകൾ, അത്രേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ നരകത്തിൽ ഭൂരിപക്ഷം ആളുകൾ സ്ത്രീകളാണെന്നൊന്നുമല്ല. ഒരു സംഗതി നരകത്തിൽ കുറേ ആളുകൾ സ്ത്രീകളുണ്ട് എന്നെനിക്ക് കണ്ടു. ഒരു സംസാരത്തിൽ വരുന്ന വാക്കുകളെ ആ സാഹചര്യവും അതിൻ്റെ ഉദ്ദേശവും മനസ്സിലാക്കാതെ അക്ഷരത്തിൽ വായിക്കുമ്പോൾ ഉണ്ടാവുന്ന അബദ്ധമാണ് ഇവിടെ മുസ്തഫയെ പോലുള്ള ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ളത്. അത് കേവലം ഒരു അബദ്ധമൊന്നുമല്ല, മുസ്തഫ ബോധപൂർവം തന്നെ അത് അബദ്ധമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. കാരണം മുസ്തഫയെ അറിയുന്നവർക്കറിയാം മുസ്തഫ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മുസ്തഫ അവിടെ പറയുന്നത്, സ്ത്രീകളെ അടിമകളാക്കി വെക്കുകയും അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന ലോകമാണ് ലോകത്ത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അത് വസ്തുതയാണ്. സ്ത്രീകളെ അടിച്ചമർത്തുക എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അത്തരമൊരു സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടാവില്ല. അതും ശരിയാണ്, അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമല്ല. ഈ ശരിയോടൊപ്പം മറ്റു ചില ശരികേടുകൾ മുസ്തഫ പറയുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തൻ്റെ സ്വന്തം ജീവിതത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ താൻ സന്നദ്ധമല്ലാത്ത ഒരു സ്ത്രീ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ സ്ത്രീയുടെ അവകാശത്തോ പറ്റിയാണ് മുസ്തഫയെ പോലുള്ള ആളുകൾ പുരപ്പുറത്ത് കയറി പ്രസംഗിച്ചു കൊണ്ടിരിക്കണമെന്നുള്ള ഒരു വൈരുദ്ധ്യം ഇതിലൊക്കെ ഉണ്ട്. കാരണം സ്ത്രീയുടെ മഹത്വവും അവളുടെ സ്വഭാവ മഹിമയുമാണല്ലോ മുസ്തഫ ഇതിലൂടെയൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ആ മഹിമയ്ക്ക് വിരുദ്ധമാണ് ഈ ഹദീസുകൾ. അതുകൊണ്ട് ഈ ഹദീസ് തള്ളിയേ പറ്റുള്ളൂ എന്നാണ് മുസ്തഫ വരുത്തി തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മഹിമയുള്ള സ്വന്തം ഭാര്യയെ രണ്ട് തലാഖ് ചൊല്ലി, തലാഖൊക്കെ ചൊല്ലിയതിൻ്റെ ശേഷം തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് കോടതിയിൽ ആ സ്ത്രീയെ സംബന്ധിച്ച് ഭീകരവാദം വളർത്തുകയാണ്, മക്കളെ ഭീകരവാദം പഠിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കുന്നിടത്തോളം എത്തിയിട്ടുള്ള ആ കേസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുസ്തഫ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പിടികിട്ടും. പക്ഷെ അത് നമ്മളുടെ വിഷയമല്ലാത്തത് കൊണ്ട് വിടാം. ഇവിടെ ഈ ഹദീസ് എന്തുകൊണ്ടാണ് തള്ളണം എന്ന് മുസ്തഫ പറയുന്നത്? അവിടെ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പരാമർശമുള്ളത്
ഉരീതു അക്സറ അഹ്ലിഹ അന്നിസാ, നരകത്തിലെ കൂടുതൽ ആളുകളും സ്ത്രീകളാണ് എന്നെനിക്ക് കാണിക്കപ്പെട്ടു എന്നാണ്. എവിടെയാണ് ഈ വാക്ക് അക്ഷരത്തിൽ പിടിച്ച് അർത്ഥം പറയുന്നത് കൊണ്ടുണ്ടാകുന്ന അബദ്ധം എന്ന് പറഞ്ഞത്? നരകത്തിൽ കുറേ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് എന്തിനാണ്? നരകത്തിൽ പെണ്ണുങ്ങളൊക്കെ നരകത്തിലാണ്, ആണുങ്ങളൊക്കെ സ്വർഗത്തിലാണെന്ന് പറയാനാണോ? എന്നാൽ പിന്നെ തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്, അവർ സ്ത്രീകളോടാണ് നബി അവിടെ സംസാരിക്കുന്നത്. അതും ഹദീസിൽ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഉദ്ധരിച്ചപ്പം പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞത് കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്ത് വന്നിട്ട് സദക്ക ചെയ്യാൻ വേണ്ടി പറയുമ്പോഴാണിത് പറയുന്നത്. ഈ ഹദീസുകളെല്ലാം കൂട്ടിവെച്ച് വായിച്ചാൽ കിട്ടുന്നൊരു സംഗതിയാണത്. അപ്പോൾ അവരോട് ഇസ്ലാമിക കാര്യങ്ങളിൽ മുന്നേറാൻ പറയുമ്പോൾ ഭാവിയിൽ പരലോക ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശിക്ഷ എത്ര കഠിനമായിരിക്കും, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന് പറയാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്. അപ്പോൾ സ്ത്രീകൾ ചോദിച്ചു, അതിനെന്താണ് റസൂലേ കാരണം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ നാഖിസാത്തു അഖിലിൻ വദീൻ, അതിന് നേരെ അർത്ഥം പറയുമ്പം ബുദ്ധി കുറഞ്ഞ ആളുകൾ, ദീന് കുറഞ്ഞ ആളുകൾ എന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം എന്താണ് ആശയം? ഈ വാക്കുകൾ വിവർത്തനത്തിനുണ്ടല്ലോ ഒരു മാർഗം, മാന്യമായിട്ടുള്ളൊരു മാർഗമുണ്ട്. ഒന്ന് അക്ഷര വിവർത്തനമാണ്, മറ്റൊന്ന് ആശയ വിവർത്തനം. ഇതിലേതാണ് ഒരു സംഗതിയുടെ ഒരു വാക്കിന് ഒരു വാക്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഖണ്ഡികയുടെ യഥാർത്ഥ ആശയം മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിവർത്തനം ഏതാണ്? അത് വിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കറിയാം, ആശയ വിവർത്തനമാണ്, അല്ലാതെ പദാനുപത വിവർത്തനമല്ല ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നാഖിസാത്തു അഖിലിൻ വദീൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ വിവേകമില്ലാതെ വല്ലാണ്ട് പ്രവർത്തിച്ചു പോകുന്നവർ കൂടുതൽ ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പറയുമ്പോൾ സ്ത്രീകൾക്കതിൽ വേവലാതിയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്ത്രീകളൊരിക്കലും പറഞ്ഞില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഞങ്ങളെ അധിക്ഷേപിച്ചു കളഞ്ഞു. അത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകൃതിയുടെ ഭാഗമാണത്, അത് അവരംഗീകരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ തെളിവ് അല്ലെങ്കിൽ ഈ വിവേകം കാണിക്കണ ഏത് രൂപത്തിലാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തക്ഫൂർന അല്ലെങ്കിൽ യക്ഫൂർന, നിങ്ങൾ കുഫർ കാണിക്കുന്നു എന്നാണ്. ഇവിടെ മുസ്തഫ അർത്ഥം പറഞ്ഞത് പ്രാഥമികമായിട്ട് അങ്ങനെ തോന്നുന്നത് തെറ്റൊന്നുമില്ല, നിങ്ങൾ നിഷേധിച്ച് കളയുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നിഷേധം എന്നല്ല ഈ കുഫറിന് അർത്ഥം, ഇവിടെ നന്ദികേട് കാണിക്കുന്നു എന്നാണ്, തക്കുഫൂർണ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നു എന്നാണോ? അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തക്ഫുർനൽ അഷീറ അല്ലെങ്കിൽ യക്ഫുർനൽ അഷീറ, അവർ ഭർത്താവിനോട് നന്ദി കാണിക്കുന്നില്ല. എന്താണ് ഭർത്താവിനോട് നന്ദി കാണിക്കുന്നില്ല പറഞ്ഞത്? നിങ്ങളിലൊരാൾ എത്ര കാലം തന്നെ അവർക്ക് നന്മ ചെയ്താലും വല്ലപ്പോഴും തെറ്റേണ്ടി വരുമ്പോൾ ഒരു അസന്തുഷ്ടി അല്ലെങ്കിൽ ഒരു അകൽച്ച സംഭവിക്കുമ്പോൾ പെണ്ണുങ്ങൾ വിളിച്ചു പറയും, ഞാൻ ഇതുവരെ കുറേ കാലം നിങ്ങളെ കൂടെ ജീവിക്കണ്, നിങ്ങളെ ഭാഗത്തു നിന്ന് എനിക്കൊരു നന്മയും കിട്ടിയിട്ടില്ല എന്ന് പറയും. ഇത് സ്വാഭാവികമായിട്ട് പെണ്ണുങ്ങളുടെ ഒരു പ്രകൃതിയുടെ ഭാഗമായിട്ട് അവർ പറയുന്നൊരു സംഗതിയാണ്. പക്ഷേ മനുഷ്യൻ ആണായാലും പെണ്ണായാലും അവർ അവിവേകം കാണിക്കാതെ വിവേകത്തോടു കൂടി പ്രവർത്തിക്കണം എന്നാണ് ഒന്ന് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പഠിപ്പിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള അവിവേകം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒരു അളവ് വരെ നിങ്ങൾക്ക് ശിക്ഷയിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു മാർഗ്ഗമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാന്നുള്ളത് എന്നതുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ഹദീസിൻ്റെ ഉദ്ദേശം സ്ത്രീകളെ അധിക്ഷേപിക്കുക എന്നുള്ളതല്ല. അപ്പോൾ നബി അങ്ങനെ പറയുമല്ലേ, അതാണിപ്പോൾ മുസ്തഫ തീരുമാനം എടുക്കുന്നത്. നബി അങ്ങനെ പറയില്ല. നബി പറയുമല്ലേ എന്നുള്ളത് നബി മുസ്തഫ അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഒരു ഹദീസിന് മുസ്തഫയുടെ കാഴ്ചപ്പാടിൽ ഹദീസ് ഉണ്ടോ, അങ്ങനെ ഒരു സംഗതി അംഗീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളത് മുസ്തഫ വ്യക്തമാക്കേണ്ടതാണ്. ഉണ്ടെങ്കിൽ തന്നെ ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡം എന്താണ്?
ഇവിടെ ആന കരിമ്പുന്തോട്ടത്ത് കിടന്ന മാതിരി എല്ലാം ചവിട്ടി മതിച്ച് തകർക്കുന്നതിന് പകരം മുസ്തഫയുടെ കയ്യിൽ ഹദീസുമായി ബന്ധപ്പെട്ട് നിർമ്മാണാത്മകമായിട്ടുള്ള വല്ല നിർദ്ദേശവും മുസ്തഫക്ക് മുമ്പോട്ട് വെക്കാനുണ്ടോ? അതോ ഹദീസുകളൊക്കെ മുആവിയൻ്റെ ആളുകളുടെ ഹദീസുകളായതുകൊണ്ട് തള്ളിക്കളയണമെന്നാണോ? ഇനി മുആവിയ ആളുകളും വളരെ പഴിച്ചു എന്ന് തന്നെ നിൽക്കുക. അവരുടെ ഭാഗത്ത് യാതൊരു നന്മയും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടോ മനുഷ്യാഭിമാന കൂട്ടത്തിൽ നന്മയും തിന്മയുണ്ടുള്ള ശരി. എല്ലാ മനുഷ്യരും എല്ലാ അർത്ഥത്തിലും, അല്ലെങ്കിൽ കുറേ മനുഷ്യന്മാർ തീരെ നന്മയില്ലാത്തവർ, വേറെ കുറേ ആളുകൾ മുസ്തഫയെ പോലുള്ളവർ നന്മ മാത്രം ചെയ്യുന്നവർ, അങ്ങനെ ഉണ്ടോ? അപ്പോൾ മനുഷ്യൻ്റെ നന്മയെ നന്മയായും തിന്മയെ തിന്മയായും അംഗീകരിക്കുക എന്നുള്ളതാണ് ഒന്ന് മനുഷ്യത്വം എന്ന് പറയുന്നത്, വിവേകം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അത്ര അംഗീകരിച്ചു പിന്നെ ആവശ്യപ്പെടുള്ളൂ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് 51% നന്മ ഉണ്ടാവണം. അപ്പോൾ ഇത് വെച്ച് ഹദീസ് സ്വീകരിക്കാനുള്ള ചില മാനദണ്ഡങ്ങൾ മുഹദ്ദിസുകൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ മുസ്തഫക്ക് അതൊന്നും സ്വീകാര്യമല്ല. എന്നാൽ മുസ്തഫയുടെ മാനദണ്ഡം എന്താണെന്ന് മുസ്തഫ പറയണ്ടേ? അത് മുസ്തഫയോട് പറയില്ല. അപ്പോൾ ഒരു മാനദണ്ഡവും ഇല്ലാതെയാണ് മുസ്തഫ ഹദീസിനെ തള്ളി പറയുന്നത്. എന്നിട്ട് മുഹദ്ദിസുകളെ തെറി പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്നത്. അതിന് ഒരു മേൽപ്പൊടി എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ അതിനെ വെള്ള പൂശാൻ വേണ്ടിയാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹത്വവൽക്കരിക്കുന്നത്. എന്നാൽ ഈ മഹത്വവൽക്കരണം യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ടാണോ? അതല്ല താനും. അപ്പം ഇവിടെയാണ് മുസ്തഫയുടെ ഇരട്ടത്താപ്പും കാപഢ്യവും നമ്മൾ കണ്ടറിയേണ്ടത്. ഇവിടെ യഥാർത്ഥത്തിൽ സ്ത്രീകളെ അവഹേളിക്കുന്ന ഒരു പ്രശ്നവുമില്ല. അവരോട് നിങ്ങളുടെ അവിവേകം നിങ്ങൾ കുറക്കണമെന്നും അതിൽ നിന്ന് മാറി ചിന്തിച്ച് വിവേകത്തോടു കൂടി പെരുമാറണമെന്നും നിങ്ങൾ കൂടുതൽ ഇസ്ലാമികമായി മുന്നേറാൻ ശ്രമിക്കണമെന്നും അവരെ ഉപദേശിക്കുകയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണത്. അപ്പോൾ ചില വാക്കുകൾ അത് ചിലപ്പം ശ്രോതാവിന് ഇഷ്ടമില്ലാത്ത വാക്കുകളാവാം, അത് പറയേണ്ടി വരും. അല്ലാതെ മനുഷ്യന്മാരെ ശ്രോതാക്കളെ പൂർണ്ണമായിട്ട് സന്തോഷിപ്പിച്ചിട്ട് അങ്ങനെ ഒരു ഉപദേശം ഉണ്ടാവില്ല എന്നുള്ളതാണ് മുസ്തഫയെ പോലുള്ള ആളുകൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിശുദ്ധ ഖുർആനിലേക്ക് വന്നാൽ ഹദീസ് മാറ്റുക. വിശുദ്ധ ഖുർആനിലേക്ക് വന്നാൽ സ്ത്രീകളെ, പുരുഷന്മാരെ, മൊത്തം മനുഷ്യ സമൂഹത്തെ എത്ര കുറ്റപ്പെടുത്തുന്നുണ്ട് ഖുർആൻ. അതിൻ്റെ അർത്ഥം മനുഷ്യന്മാരൊക്കെ ദുഷിച്ചവരാണെന്നും മനുഷ്യന്മാരിൽ ഒരു ഗുണമില്ല എന്നുമാണോ? മനുഷ്യനിൽ ഇങ്ങനെയുള്ള ഗുണവും തിന്മയും ഉണ്ട്. അതുകൊണ്ട് തിന്മ മാറ്റി നന്മയുടെ മാർഗം അത് പരിപോഷിപ്പിക്കാൻ ശ്രമിക്കണം, ആ രംഗത്ത് മുന്നേറാൻ ശ്രമിക്കണം എന്ന് ഉപദേശിക്കുകയാണ് ഇവിടെ ഖുർആനും ചെയ്യണത്. ഇതന്നെ ഇവിടെ ഈ ഹദീസിലുള്ളൂ. ഇത് വച്ചിട്ട് ഹദീസ് തള്ളുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അവിവേകം മാത്രമല്ല, അത് ഇസ്ലാമിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടുത്ത ധിക്കാരം കൂടിയാണ് എന്നതാണ് വസ്തുത. പക്ഷേ മുസ്തഫയെ പോലുള്ള ആളുകൾക്ക് അത് മനസ്സിലാവില്ല. മനസ്സിലായാലും അത് അംഗീകരിക്കാൻ തയ്യാറാവില്ല എന്നതാണ് വസ്തുത.